Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് തുടങ്ങിയത്. അപ്പോ എന്താണ് നമ്മളൊരു പേഷ്യന്റ്, അറിയാം ഹോസ്പിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു അതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? മെയിൻ എയിം ട്രാൻസ്ഫറിന്റെ, ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? മെയിൻ എയിം ആർക്കും ഓർമ്മയില്ല? ഒന്ന് കമന്റ് ചെയ്യാമോ ആരെങ്കിലും? ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ മെയിൻ എയിം എന്തായിരുന്നു? കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ. ഓർക്കുന്നുണ്ടോ പറഞ്ഞത്? നിങ്ങൾ ആരും വായിക്കുന്നില്ലേ ക്ലാസ് ചാപ്റ്റർ ഒന്നോ? കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ? നല്ലൊരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പരിചരണം ലഭിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള മറ്റ് ഫെസിലിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഉദ്ദേശങ്ങൾ നോക്കി. പിന്നെ രണ്ട് ടൈപ്പ് ട്രാൻസ്ഫർ നോക്കി, ഇന്റേണൽ, എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. ഓർമ്മയുണ്ടോ? ഇന്റേണൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രം ജനറൽ വാർഡ് ടു ICU, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇന്റേണൽ. എക്സ്റ്റേണൽ നമ്മൾ പറഞ്ഞു ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ, ഒരു ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി, കുറച്ച് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ, കുറച്ച് പോയിന്റ്സുകൾ പറഞ്ഞു. അവിടെ വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തു നിർത്തിയത്. ആണോ? ഓർമ്മയുണ്ടോ? നിങ്ങൾ ഡെയിലി വായിക്കുക കേട്ടോ. നിങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ഇത് വായിച്ചാൽ മാത്രമേ നമുക്കത് അവസാനം എക്സാമിന് വേണ്ടി പഠിക്കാനും വിചാരിക്കണ്ട. മറിച്ച് ഡെയിലി നിങ്ങൾ എന്താ പറയാ, റെഫർ ചെയ്യിക്കണം, പഠിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് equipment necessary for the transfer of a patient. ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയായിരിക്കും? ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കണ്ട ആരോ, അല്ലാതെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെ എക്യുപ്മെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക? ഒന്ന് ആലോചിച്ച് നോക്ക്. ഹോസ്പിറ്റലില് ഒരു പേഷ്യന്റിന് സ്ട്രക്ചർ വേണം, അല്ലെ? ദെൻ എല്ലാവർക്കും സ്ട്രക്ചർ മാത്രം മതി. ഓക്കെ, വീൽ ചെയർ ഉണ്ടായിരിക്കണം. ദെൻ സ്ട്രക്ചർ വീൽ ചെയർ മാത്രം മതിയോ? ആംബുലൻസ്. ഓക്കെ. ദെൻ പേഷ്യന്റ് ബിലോങ്ങിങ്സ് വേണ്ടേ? പേഷ്യന്റിന്റെ വസ്തുക്കൾ എടുക്കണം. അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ, അല്ലെ? പേഷ്യൻസിന്റെ എക്സ്റേ ചെയ്തോ അല്ലെങ്കിൽ മറ്റു റെക്കോർഡുകൾ, ഫയലുകൾ, പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഫയലുകൾ, ഓക്സിജൻ എന്ന് പറഞ്ഞു. ഓക്കെ, അതായത് നമുക്ക് കാർഡിയാക് മോണിറ്ററിംഗ് ഒക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് നമ്മുടെ ഭാഗത്ത് ടെക്സ്റ്റിലോട്ട് വരാം. Equipment necessary for the transfer of a patient. നോക്കാം. വീൽ ചെയർ ഓർ സ്ട്രക്ചർ. നിങ്ങൾ പറഞ്ഞു വീൽ ചെയർ വേണം, ചില പേഷ്യൻസിന് സ്ട്രക്ചർ മതിയായിരിക്കാം. Then identification labels. എന്താ ഐഡന്റിഫിക്കേഷൻ ലേബൽസ് എന്ന് പറയുന്നത്? ഐഡന്റിഫിക്കേഷൻ ലേബൽസ് കണ്ടിട്ടുണ്ടോ? ലേബൽസ് അതായത് പേഷ്യന്റിന്റെ കയ്യിൽ പേഷ്യന്റിന്റെ പേര് എഴുതിയിട്ടുള്ള ഒരു ലേബൽ ഇടും, കണ്ടിട്ടുണ്ടോ? എക്സാമ്പിൾ പറയണെങ്കിൽ നമ്മള് ബേബീസ് ഒക്കെ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞൊക്കെ ബേബീസ് മീൻസ് ബേബിയുടെ കയ്യിലൊക്കെ ഇതൂല്ലേ ടാഗ് പോലെ, അല്ലെ? അതായത് പേരും ഡേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊരു ടാഗ് ഉണ്ടാവും. പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ലേബൽ ആണത്, അല്ലെ? നമ്മുടെ കയ്യിൽ ഇടുന്ന ലേബൽ. പേഷ്യന്റ് ബിലോങ്ങിങ്സ്, പേഷ്യൻസിന്റെ വസ്തുക്കൾ, പേഷ്യൻസ് ഉപയോഗിച്ചിരുന്ന വസ്തുക്കള്. Then എക്സ്റേ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്. എക്സ്റേ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്റേയുടെ റിപ്പോർട്ട്സുകള്. Then ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, ഇപ്പോ മറ്റേതെങ്കിലും സ്കാനിങ്ങോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകളോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകള്. Then പേഷ്യൻസ് റെക്കോർഡ്സ് ആൻഡ് ഫയൽ, പേഷ്യന്റിന്റെ റെക്കോർഡും ഫയലുകളും, അതുവരെ നടത്തിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിന്റെ റെക്കോർഡും ഫയലുകളും. Then cardiac monitoring if required. കുറച്ച് പേര് പറഞ്ഞ് ഓക്സിജൻ വേണമെന്ന്, അല്ലെ? അപ്പൊ ചില പേഷ്യൻസിന് കാർഡിയാക് മോണിറ്ററിംഗ്, ഹൃദയ ഹാർട്ടിന്റെ ഒക്കെ ചെക്ക് ചെയ്യണമായിട്ട്
സോ അതിന്റെ ഒരു കാർഡിയാക് മോണിറ്ററിംഗ് ECG പോലെയുള്ള ഉപകരണങ്ങൾ ആവശ്യമെങ്കിൽ ഇഫ് റിക്വയർഡ് ആവശ്യമെങ്കിൽ അത് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് എക്യുപ്മെന്റ് നെസസറിയിൽ വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് പോയിന്റ് അല്ലേ, നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലെ, അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി. എന്താ എക്സ്റ്റെൻഡഡ് കെയർ എന്ന് പറയുന്നത്? എക്സ്റ്റെൻഡഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, മലയാളത്തിൽ നമ്മൾ എന്താ പറയാ, എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറയും. എന്താ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറയണം? നമ്മൾ വിപുലീകരിക്കുക, വിപുലമായ അല്ലെ, ഒരു പേഷ്യന്റിനെ കുറച്ചും കൂടി വിപുലമായിട്ടുള്ളൊരു നല്ലൊരു സൗകര്യത്തിനുള്ളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, transfer to an extended care facility. ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി. അപ്പോൾ ഒരു നല്ലൊരു വിപുലീകരണത്തിലോട്ട് പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ജസ്റ്റ് ഒരു പോയിന്റ് ആണ്, അത് മനസ്സിലാക്കി വെക്കാൻ നോക്കാം. Make sure that patient physician has written the transfer order on his chart and has completed the special transfer from this form should consist of the patient's diagnostic care summary, drug regimen and special care instructions such as diet and physiotherapy. നോക്കാം. മേക്ക് ഷുവർ ദാറ്റ് പേഷ്യന്റ് ഫിസിഷ്യൻ, അതായത് രോഗിയെ നോക്കിയിട്ടുള്ള ഒരു ഫിസിഷ്യൻ ഉണ്ടാവുമല്ലോ. സോ ആ രോഗിയെ നോക്കിയിട്ടുള്ള ഫിസിഷ്യൻ ആ തന്റെ ചാർട്ടിൽ, ഫിസിഷ്യന്റെ ചാർട്ടിൽ ഈ പേഷ്യന്റിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് എന്നുള്ള ഒരു ഓർഡർ എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഡോക്ടർ ആണല്ലോ ട്രാൻസ്ഫറിനുള്ള ഓർഡർ നൽകുന്നത്. അല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിനാണോ, പേഷ്യന്റിന്റെ ഇഷ്ടത്തിനാണോ പേഷ്യന്റ് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? ഡോക്ടർ ചിലപ്പോ പറയും അല്ലെ, ചിലപ്പോ ആ പേഷ്യന്റിനുള്ള ഫെസിലിറ്റികൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കില്ല. സോ നല്ലൊരു കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യും, പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഫിസിഷ്യൻ, പേഷ്യന്റിനെ നോക്കിയിട്ടുള്ള ഫിസിഷ്യൻ എന്ത് ചെയ്യും, ആ പേഷ്യന്റിന്റെ ചാർട്ടിൽ ട്രാൻസ്ഫർ ഓർഡർ ചെയ്തിട്ടുണ്ടാകും. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാം. സോ അവിടെ നല്ലൊരു ട്രീറ്റ്മെന്റ്സ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫിസിഷ്യൻ ഓർഡർ, ചാർട്ടിൽ ഓർഡർ എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതില് പ്രത്യേക കൈമാറ്റങ്ങൾ, ട്രാൻസ്ഫർ ഫോം എന്നായിരിക്കട്ടെ അവിടെ. കാരണം ദിസ് ഫോം, അതായത് ഫ്രം എന്നാണ് മീൻസ് ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെ ഫ്രം തന്നെയാണ് കിടക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കിയിട്ട് തിരുത്താം കേട്ടോ. ഓക്കെ, അതായത് മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പേഷ്യന്റിന് ഫിസിഷ്യൻ ചാർട്ടില് ട്രാൻസ്ഫർ ഓർഡർ എഴുതിയിട്ടുണ്ടായിരിക്കണം അല്ലെ, ട്രാൻസ്ഫർ ഓർഡർ എഴുതിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രത്യേകം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ആ ഫോമുകളും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിരിക്കണം. ഇനി ആ ഫോമിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി, അതായത് അതുവരെ പേഷ്യന്റിന് ചെയ്തിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ അല്ലെ, ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ആകാം, എക്സ്റേ ഉണ്ടെങ്കിൽ എക്സ്റേ, സ്കാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കാനിങ്, അങ്ങനെയുള്ള ടെസ്റ്റുകളുടെ സമ്മറി. ദെൻ ഡ്രഗ് റെജിമൻ. എന്ത് ഡ്രഗ് റെജിമൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിസിൻസിലെ, അതായത് ഡ്രഗ് മീൻസ് മരുന്നുകൾ, റെജിമൻ മീൻസ് ചിട്ടയായിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ്. അതുവരെ നൽകിയിട്ടുള്ള മെഡിസിൻസുകളിലെ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ആൻഡ് സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ മറ്റ് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസുകളൊക്കെ പേഷ്യൻസിന് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങള്. സജാസ്, അതായത് ഡയറ്റ് ആൻഡ് ഫിസിയോതെറാപ്പി, പ്രത്യേകമായിട്ടും ചില പേഷ്യൻസിന് ഡയറ്റ് ഉണ്ടാകും. അത് ഡയറ്റ് ഉദ്ദേശിക്കുന്നത് അവർക്ക് എല്ലാ തരത്തിലുള്ള ഫുഡുകളും കഴിക്കാൻ പറ്റുമോ? ഇപ്പൊ ഒരു ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന് നോർമൽ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഫുഡുകൾ കൊടുക്കുമോ? ഇങ്ങനെയാണ് കൊടുക്കാറുണ്ടോ? ഇല്ല. അതിന് കുറച്ച് എന്താ പറയാ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ. ചിലപ്പോൾ വളരെ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് മാത്രമായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ദഹിക്കാൻ പാകത്തിനുള്ള ഫുഡൊക്കെ ആയിരിക്കും അല്ലെ, ഡൈജഷൻ ഒക്കെ നടക്കാൻ വേണ്ടി. കട്ടി കുറഞ്ഞ ലിക്വിഡ് ആയിട്ടുള്ളത്, ചിലപ്പോ ഇങ്ങനെ പൊടിക്കഞ്ഞി എന്നൊക്കെ പറയും അല്ലെ, തരിയായിട്ടുള്ളത്. മാക്സിമം നമ്മള് ലിക്വിഡ് ആയിട്ടുള്ള ഫുഡൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. സോ അവരുടെ പ്രത്യേകമുള്ള ഡയറ്റ്, അതുപോലെ ഇപ്പൊ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തതാണെങ്കിൽ പേഷ്യൻസിന് അത്, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഫോമിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? ജ്യൂസാണ് ഓർക്കുന്നത്. ഓക്കെ, ലിക്വിഡ് ആയിട്ടുള്ള ഫോമിലുള്ള ഫുഡ് മീൻസ് പെട്ടെന്ന് തന്നെ ദഹിക്കണം. ആള് വേറെ ഫുൾ ടൈം റെസ്റ്റിംഗിലാണ്. സോ ദഹനം പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം കേട്ടോ. ജസ്റ്റ് ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം.
Complete the nursing summary that include patient assessment, progress, need nursing treatments and special needs to make sure continuity of care. ഇനി നഴ്സിംഗ് സമ്മറി കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന്, അതായത് പേഷ്യൻസിന്റെ സമ്മറി എഴുതും അല്ലെ. അതായത് സമ്മറി എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ഒരു ഡിസ്ചാർജ് സമ്മറി തരാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാരെങ്കിലും ഡിസ്ചാർജ് സമ്മറി നമുക്ക് ലഭിക്കാറുണ്ട്. പിന്നെ നമ്മൾ വലിയത് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വായിക്കാറില്ല. വീട്ടില് എപ്പോഴെങ്കിലും വല്ല ഡിസ്ചാർജ് സമ്മറി ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇനി നമുക്കിതൊക്കെ പഠിക്കാനുണ്ടല്ലോ, നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം അല്ലെ. ഈ ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? മെഡിക്കേഷൻ ഉണ്ട്, നമുക്ക് അത് വരെ തന്നിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ടാവാം, കറണ്ട് കണ്ടീഷൻസ് ഉണ്ട്, ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസുകളൊക്കെ ഉണ്ട് അല്ലെ. അതുവരെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നൽകിയിട്ടുള്ള മെഡിസിൻസുകളും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ്സുകളൊക്കെയാണ് സമ്മറി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് കംപ്ലീറ്റ് നഴ്സിംഗ് സമ്മറി അല്ലെ. നഴ്സിംഗ് സമ്മറി പൂർത്തിയാക്കിയിരിക്കണം. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പേഷ്യൻസ് അസസ്മെന്റ്, പേഷ്യൻസിന്റെ വിലയിരുത്തൽ, ഓരോ ദിവസമുള്ള പേഷ്യൻസിന്റെ വിലയിരുത്തൽ അല്ലെ. അതായത് റിക്കവറി ആകുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു വിലയിരുത്തല്. അതുപോലെ തന്നെ പ്രോഗ്രസ് മീൻസ് പേഷ്യൻസിന്റെ ഒരു റിക്കവറി ഒക്കെ ആകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. അതുപോലെ നഴ്സിംഗ് ട്രീറ്റ്മെന്റ്സ്, അവിടെ അതുവരെ നൽകിയ ട്രീറ്റ്മെന്റ്സുകൾ, പരിചരണത്തിന്റെ ആ ഒരു തുടർച്ച. അതുപോലെ സ്പെഷ്യൽ നീഡ്സ്, സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇതുപോലെ ഫിസിയോതെറാപ്പി ഉണ്ടായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങള്. ടു മേക്ക് ഷുവർ ദ കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ. അതുപോലെ തന്നെ പരിചരണത്തിന്റെ, നമുക്ക് പേഷ്യൻസിന് കൊടുത്ത ആ ഒരു കെയറിന്റെ തുടർച്ച എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു നഴ്സിംഗ് സമ്മറി പൂർത്തിയാക്കിയിരിക്കണം. അതായത് പേഷ്യൻസിനെ നമ്മൾ ഡിസ്ചാർജ് സമ്മറി എന്ന് പറയില്ലേ, പേഷ്യൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളോ ഇതിലെല്ലാം പൂർത്തിയാക്കിയിരിക്കണം. മറ്റൊരു സെക്ഷനിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ സമ്മറി എല്ലാം പൂർത്തിയാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുവാൻ. ദെൻ മൂന്നാമത്തെ പോയിന്റ്, സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ്. ഇനി മറ്റൊരു ഹോസ്പിറ്റലിലോട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ബിൽസ് അല്ലെങ്കിൽ ഡ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യണം. ബില്ല് കൊടുക്കാണ്ട് അവർ വേറെ ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റിന് വിടാറുണ്ട് അങ്ങനെ. അപ്പോ അവിടെ അതുവരെ വന്നിട്ടുള്ള പേയ്മെന്റ്സുകൾ കൃത്യമായിട്ടും സെറ്റിൽമെന്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ദെൻ ലാസ്റ്റ് പോയിന്റ്, retain one copy of transfer from and the nursing summary with the patient's chart and pass on the other copy to the receiving facility. അതായത് നഴ്സിംഗ് സമ്മറി, നമ്മൾ നഴ്സിംഗ് സമ്മറി എന്ന് പറഞ്ഞില്ലേ, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുള്ള നഴ്സിംഗ് സമ്മറിയുടെ 2 കോപ്പികൾ ഉണ്ടായിരിക്കണം. ഓക്കെ, 2 കോപ്പി ഉണ്ടായിരിക്കുക. ഒരു കോപ്പി രോഗിയുടെ ചാർട്ടിനൊപ്പം ആ ഹോസ്പിറ്റലിൽ തന്നെ വെക്കും. നിലവിൽ ഇപ്പൊ നമ്മൾ ചികിത്സ നടത്തിയ ഹോസ്പിറ്റലിൽ തന്നെ ആ പേഷ്യന്റിന്റെ ചാർട്ടിനൊപ്പം ഒരു കോപ്പി വെക്കുന്നു. ഒരു കോപ്പി നമ്മൾ ഏത് ഹോസ്പിറ്റലിലേക്കാണോ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് ഒരു കോപ്പി കൊണ്ടുപോയിരിക്കണം. Then other copy to the receiving facility. രോഗിയെ സ്വീകരിക്കുന്ന ഹോസ്പിറ്റൽ, നമ്മൾ എവിടേക്കാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിൽ ഒരു കോപ്പി കൊടുക്കണം. എന്തിനാണ് ആ കോപ്പി കൊടുക്കുന്നത് അവർക്ക്? അതുവരെ ആ പേഷ്യൻസിന് മറ്റേ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകൾ ഏതാണ്, മെഡിസിൻസുകള്, ഇഞ്ചക്ഷൻസുകള്, അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസീവ് ചെയ്യുന്ന പുതിയ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ഒരു കോപ്പി കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? 2 നഴ്സിംഗ് സമ്മറി ഉണ്ടായിരിക്കണം. ഒരു കോപ്പി പേഷ്യന്റിന്റെ ചാർട്ടിന്റെ ഒപ്പം വെക്കുക. ദെൻ ഒരു കോപ്പി എന്ത് ചെയ്യുക, നമ്മൾ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിൽ കൊടുക്കുക. ക്ലിയർ ആണോ? കോപ്പിയുടെ കാര്യം നോക്കിയാണോ? ഓക്കെ, ഇനി 4 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കുക, മനസ്സിരുത്തി വായിക്കുക. ഓരോ പോയിന്റ് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി വായിക്കാം. ഓക്കെ, നിങ്ങൾ ബൈഹാർട്ട് ചെയ്തൊന്നും വായിക്കണ്ട, നിങ്ങളുടേതായ രീതിക്ക് അതിന് മനസ്സിലാക്കി വായിച്ചു പോകും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നും.
4 പോയിന്റ് കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ക്ലിയർ ആണോ? വായിച്ചിട്ട് ഓക്കെ ആണോ? നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അതിനെ വായിച്ച് മനസ്സിലാക്കി എടുക്കുക കേട്ടോ. അർത്ഥം മനസ്സിലായിരിക്കണം. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കീ എലമെന്റ്സ്. പേഷ്യന്റ് ബിലോങ്ങിങ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ വസ്തുക്കൾ. ഇപ്പോ ഓരോരുത്തരുടെ വസ്തുക്കൾ ഉണ്ടാവില്ലേ? ഇപ്പൊ അവരുടെ ഡ്രസ് ആകാം, അല്ലെങ്കിൽ മെഡിസിൻ ആകാം, അങ്ങനെയുള്ള ഐറ്റംസുകൾ. ഓക്കെ, പേഷ്യൻസിന്റെ വസ്തുക്കൾ. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കൽ ഇൽ പേഷ്യന്റ്. ഇനി നമ്മൾ നോക്കുന്നത് ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കൽ, കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന്റെ ട്രാൻസ്ഫറിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. അതിന്റെ കീ എലമെന്റ്സ് ആണ് കേട്ടോ. അപ്പോ അതില് ഫസ്റ്റ് വൺ പറയുന്നത് എ എന്ന് പറഞ്ഞൊരു പോയിന്റില് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. അതായത് കൈമാറ്റം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള തീരുമാനങ്ങൾ, കമ്മ്യൂണിക്കേഷനും തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള കാരണം. ഓക്കെ, ക്രിട്ടിക്കൽ ഈ പേഷ്യന്റിന്റെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഒരു പോയിന്റ് ആയിട്ട് പറയാം കേട്ടോ. ഫസ്റ്റ് വൺ നോക്കാം. ദ ഡിസിഷൻ ടു ഷിഫ്റ്റ് ദ പേഷ്യന്റ് ഇസ് ഇമ്പോർട്ടന്റ് vulnerability of exposure of the patient and the staff to extra risk and extra expense for relatives and hospital. അല്ലെ, അതായത് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. എക്സ്ട്രാ റിസ്ക് ആണ്. ആണോ? റിസ്ക് ആണോ അല്ലയോ? യെസ് ഓർ നോ? ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യൻസിനെ റിസ്ക് ആണോ? ആണ് അല്ലെ. വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മള് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് ആ പേഷ്യന്റിന്റെ റിസ്ക് ആണ് അല്ലെ. അതായത് ചിലപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പേഷ്യന്റ്, അപ്പോ ആ ഓൾറെഡി ഉള്ള ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാകില്ല. അതിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. സോ സ്റ്റാഫിനും അതുപോലെ തന്നെ പേഷ്യന്റിനും റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റാഫിന് എന്താണ് റിസ്ക് എന്ന് പറഞ്ഞാല്? സ്റ്റാഫിന്റെ റിസ്ക് എന്താണ്? സ്റ്റാഫിന് റിസ്ക് ഉണ്ടോ? പേഷ്യന്റിന് റിസ്ക് ആണ്. ഓക്കെ, സ്റ്റാഫിന് റിസ്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ആളെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് അവിടെ എത്തിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? സ്റ്റാഫിനാണോ? ആണോ? കൂടെ പോകില്ല ഒരു സ്റ്റാഫ്, അവരുടെ ഉത്തരവാദിത്തമാണ് പേഷ്യന്റിന് ഒരു ആപത്തും കൂടാതെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഏരിയയിലോട്ട് എത്തിക്കുക എന്നുള്ളത് അല്ലെ. സോ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ് ടു എക്സ്ട്രാ റിസ്ക് ആണ്. അതുപോലെ എക്സ്ട്രാ എക്സ്പെൻസ് ഫോർ ദ റിലേറ്റീവ്സ് ആൻഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും എക്സ്പെൻസ് ഉള്ള കാര്യമാണ്. എക്സ്പെൻസ് വരുന്നത് എവിടെ നിന്നാണ്? പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് ഉണ്ടാവില്ലേ? അതായത് നമ്മൾ അതിനുള്ള സ്പെഷ്യൽ ചിലപ്പോൾ ആംബുലൻസുകൾ അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. കുറച്ചും കൂടി ഫെസിലിറ്റി ആയിട്ടുള്ള ആംബുലൻസ് വേണം. ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്പെൻസും കാര്യങ്ങളും വരും. ദെൻ ട്രാൻസ്പോർട്ടിന് മാത്രമല്ല, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹോസ്പിറ്റലിലെ എക്സ്ട്രാ ഫെസിലിറ്റീസുകൾ ഉണ്ടാകും അല്ലെ. അപ്പൊ അവിടെയും ചിലപ്പോൾ ട്രീറ്റ്മെന്റ്സിന് കുറച്ച് എക്സ്പെൻസ് കൂടി വന്നേക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആണോ? അതായത് ക്രിട്ടിക്കൽ ഇൽനെസ് ആയിട്ടുള്ള പേഷ്യന്റിനെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് സ്റ്റാഫിനും പേഷ്യന്റിനും വൾനറബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ദുർബലത എന്നൊക്കെ പറയൂലേ. അതായത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ലേ, ആ ഒരു മീനിങ് തന്നെ. ബുദ്ധിമുട്ടാണെന്നുള്ളൊരു മീനിങ്, ഭയങ്കര ദുർബലതയാണെന്ന്. ഓക്കെ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത് ഇച്ചിരി റിസ്ക് പിടിച്ച കാര്യമാണ്. ഓക്കെ, ദുർബലത എന്നാണ് കേട്ടോ വൾനറബിലിറ്റി എന്ന് മലയാളത്തിൽ പറയാം. ഓക്കെ, നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി പോയാൽ മതി ആ പോയിന്റിന്റെ. ഓക്കെ, then second one നോക്കാം. The decision to transfer the patient is decided by a senior consultant level doctor. അപ്പോ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുക്കുന്നത് ഒരു സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ ആയിരിക്കും അല്ലെ. സീനിയർ കൺസൾട്ടന്റ് ലെവൽ എന്ന് പറയുമ്പോൾ ആള് അതിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. പേഷ്യന്റിനെ നോക്കിയതിനു ശേഷം ഇവിടെ ട്രീറ്റ്മെന്റ്സിന് ചിലപ്പോ ഫെസിലിറ്റികളൊക്കെ കുറവാണ്, അതിനാൽ നമുക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാം എന്നൊരു തീരുമാനം എടുക്കുന്നത് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടറാണ്. ബൈ വേ ഓഫ് ഡിസ്കഷൻ with the patient's relatives about benefits and risk involved. അല്ലെ, അപ്പൊ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുക്കുന്നത് സീനിയർ ആയിട്ടുള്ള ഡോക്ടറാണ്. അതുപോലെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സുമായിട്ട് ഈ ഡോക്ടേഴ്സ് സംസാരിക്കും.
എന്നതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ചിലവർക്ക് പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് താല്പര്യം ഉണ്ടാവില്ല അല്ലേ? ചിലവര് ഡോക്ടേഴ്സ് പറയും. എങ്ങനെയാ പറയുന്നത്? ഇപ്പോ ആ ബെനിഫിറ്റ്സ് നമുക്ക് ഈ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്താൽ അവിടെ കുറച്ചും കൂടി നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കെയർ ലഭിക്കും, അപ്പോ ആള് ചിലപ്പോൾ നോർമൽ ലെവലിലേക്ക് വരാം എന്നൊക്കെ ഡോക്ടേഴ്സ് പറയും അല്ലെ? ബെനിഫിറ്റ്സ് പറയും, ചിലപ്പോൾ റിസ്കുകൾ ഉണ്ടെങ്കിൽ റിസ്കുകളും പറയും. അതനുസരിച്ചിട്ടാണ് പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ്, സീനിയർ ഡോക്ടറാണ് ഡിസിഷൻ എടുക്കുന്നത്. അതുപോലെ ഡോക്ടർ എന്ത് പറയും? പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനോട് ബെനിഫിറ്റ്സുകളും പറയും, റിസ്കുകളും പറയും. ഇപ്പൊ ചില പേഷ്യൻസിനൊക്കെ നമ്മളിപ്പോ ഒരുപാട് മുതിർന്ന പ്രായമായവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സർജറിയൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറയും ഡോക്ടേഴ്സ്. പറയാറുണ്ടോ? അവര് ഓൾറെഡി പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തത് കൊണ്ട് കാര്യം ഉണ്ടാവില്ല, കാരണം അവരുടെ ഏജിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും, അതൊരു കോംപ്ലിക്കേഷൻ ഒക്കെ ആയിരിക്കും. അപ്പൊ ഡോക്ടേഴ്സ് ഓൾറെഡി ഡയറക്റ്റ്ലി പറയും നമുക്ക് സർജറി ചെയ്തത് കൊണ്ട് അങ്ങനെ വലിയ മീൻസ് ഒരു ബെനിഫിറ്റും ലഭിക്കുന്നില്ല, കാരണം ഇത്ര ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് സർജറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻ പിടിച്ചൊരു കേസാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനോട് ഡോക്ടേഴ്സ് ബെനിഫിറ്റ്സ് പറയും. അതുപോലെ മറ്റെന്തെങ്കിലും റിസ്കുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇതുപോലെ സർജറി കേസുകളൊക്കെ ആണെങ്കിൽ റിസ്കുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ദെൻ അവരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പേഷ്യന്റിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. A written and informed consent of patient relatives along with the reasons to transfer is compulsory before the transfer. അല്ലെ? അതായത് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇനി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു റിട്ടേൺ കൺസെന്റ് ഫോം പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് സൈൻ ചെയ്ത് കൊടുക്കണം. അതായത് കൈമാറ്റം നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതിന് മുൻപായിട്ട്, ബിഫോർ ട്രാൻസ്ഫർ ആണ് അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം? റിലേറ്റീവ്സ് ഒരു കൺസെന്റ് ഫോമിൽ സൈൻ ചെയ്ത് കൊടുക്കണം. അതായത് നമുക്ക് തുടർ ചികിത്സയ്ക്ക് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെന്നൊക്കെ ഒരു കൺസെന്റ് ഫോം ഉണ്ടാകും, അതിൽ റിലേറ്റീവ്സ് സൈൻ ചെയ്ത് കൊടുത്തിരിക്കണം. നമ്മൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ ഒരു റിലേറ്റീവ് ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് സർജറി പ്രോസസ് നടത്തുന്നത്. ആണോ? ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ലേ? ആണോ? അറിയില്ലേ? സർജറി ഒക്കെ ചെയ്യുമ്പോൾ ഒരു കൺസെന്റ് ഫോം കൊടുക്കും അല്ലെ? അതുപോലെ തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഒരു കൺസെന്റ് ഫോമുള്ള റിലേറ്റീവിന്റെ സൈൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. A direct communication between the shifting and receiving facility should be by sharing complete information on the patient clinical condition. അല്ലെ? അതായത് ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണമെന്ന്. ആരൊക്കെ തമ്മില്? ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, നിലവിലുള്ള ഹോസ്പിറ്റലിലെ സ്റ്റാഫും അതുപോലെ റിസീവിംഗ് ഫെസിലിറ്റി, വേറെ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമല്ലോ, അവിടുത്തെ സ്റ്റാഫും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്തിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? പേഷ്യൻസിന്റെ ക്ലിനിക്കൽ കണ്ടീഷൻ, നിലവിലുള്ള കണ്ടീഷനെ കുറിച്ച് ഓൾറെഡി അവരുടെ ട്രീറ്റ്മെന്റ്സ് ചെയ്ത് ആ ഒരു സ്റ്റാഫിംഗ് ഫാക്കൽറ്റി അല്ലെങ്കിൽ ഫെസിലിറ്റിയും അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന ഫെസിലിറ്റിയും രണ്ടുപേരും തമ്മിലുള്ള ഒരു റിലേഷൻ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ ക്ലിനിക്കൽ ഇൻഫോർമേഷൻസ് പരസ്പരം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇതുവരെ നമ്മൾ ഇത്ര ട്രീറ്റ്മെന്റ്സുകൾ കൊടുത്തു, തുടർ ചികിത്സ എന്താണെന്ന് അവർ തീരുമാനിക്കുന്നു. ഓക്കെ, ദെൻ ട്രീറ്റ്മെന്റ് being given, reason for transfer, method of transfer and timeline of transfer in a written document. അതുപോലെ ഒരു രേഖാമൂലം, ഒരു റിട്ടേൺ ഡോക്യുമെന്റിൽ എന്തെല്ലാം കാര്യങ്ങൾ എഴുതിയിരിക്കണം? പേഷ്യൻസിന്റെ ക്ലിനിക്കൽ കണ്ടീഷൻ, ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ എന്താണ്, ദെൻ ട്രീറ്റ്മെന്റ് ബീങ് ഗിവൺ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്ത ട്രീറ്റ്മെന്റ് എന്താണോ, ദെൻ റീസൺ ഫോർ ട്രാൻസ്ഫർ, എന്തുകൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്തത്, അതിന്റെ റീസൺ. ദെൻ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ, എപ്പോഴാണ്, ഏത് രീതിയിലാണ് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്തത്. നമ്മൾ പറഞ്ഞു ചിലപ്പോൾ ലാൻഡ് ട്രാൻസ്പോർട്ട് ആയിരിക്കാം, ദെൻ എന്താണ് സ്വന്തം വാഹനത്തിലായിരിക്കാം, അല്ലെങ്കിൽ ആംബുലൻസിലായിരിക്കാം, എയർ ട്രാൻസ്പോർട്ട് ആയിരിക്കാം അല്ലെ? അപ്പൊ ഏത് മെത്തേഡാണ് ട്രാൻസ്ഫർ ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ ടൈം ലൈൻ, ഏത് ടൈമിലാണ് പേഷ്യന്റിനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സിലും എഴുതിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ലാസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ? ഞാൻ പറയുന്നത് ഫോളോ മീൻസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മാക്സിമം നിങ്ങളുടേതായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, മാക്സിമം സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. മെഡിക്കൽ ടൈം ഒന്നും ഉപയോഗിക്കണില്ല, നമുക്ക് മനസ്സിലാകുന്ന രീതിയില്ല. ഓക്കെ, അപ്പൊ ഫോളോ ചെയ്യാൻ പ്രശ്നമൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ,
വായിച്ചു നോക്കിക്കോളൂ. ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നാല് പോയിന്റ് ആണ്. മനസ്സിലാക്കി വായിച്ചാൽ നിങ്ങൾ ഈ വായിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചിരിക്കും. ഓക്കെ. കംപ്ലീറ്റ് ചെയ്തോ പോയിന്റ്സുകള്? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം. പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. പ്രീ ട്രാൻസ്ഫർ നമ്മൾ ഓൾറെഡി അപ്പൊ തീരുമാനങ്ങളൊക്കെ എടുത്തു. ഇനി നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് മുൻപുള്ള കാര്യങ്ങളാണ്, പ്രിപ്പറേഷന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ശ്രദ്ധിക്കാം. A proper and clear preparation and equilibrium of the patient should be done prior to transfer to prevent any hostile events or deterioration, worsening of patient's clinical condition. എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കി പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കണം. ഒരു പ്രോപ്പർ ആൻഡ് ക്ലിയർ പ്രിപ്പറേഷൻ, ഒരു ശരിയായതും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം മീൻസ് ഒരു സന്തുലിതാവസ്ഥയിലുള്ള ഒരു ട്രാൻസ്ഫർ ആയിരിക്കണം. Then prior to transfer to prevent any hostile events. എന്താ hostile events എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ hostile events കേട്ടിട്ടുണ്ടോ? hostile events പെട്ടെന്നുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഓർ ഡിറ്റോറിയേഷൻ. ഡിറ്റോറിയേഷൻ എന്ന് പറഞ്ഞാൽ ദുർബലത അല്ലെങ്കിൽ റോസനിങ്, മോശമാവുക. ചിലപ്പോ പേഷ്യൻസിന്റെ കണ്ടീഷൻ പെട്ടെന്ന് വഷളാകുന്ന ഒരു സിറ്റുവേഷൻ വരാം, അല്ലേ? ഇപ്പൊ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് പേഷ്യൻസ് ഒക്കെ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുക. കാരണം ട്രാൻസ്ഫറിന്റെ ടൈമില് ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനെ അത് ബാധിക്കും. സോ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്തിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആംബുലൻസിൽ നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുപോകും. പലതരത്തിലുള്ള ആംബുലൻസുകൾ ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്ന് തോന്നുന്നു. ആംബുലൻസ് എല്ലാ പേഷ്യൻസിനും ഒരേപോലെ ആംബുലൻസ് തന്നെയാണോ ചൂസ് ചെയ്യുന്നത്? അല്ല, അല്ലെ? എന്തോ ഡിഫറെന്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഡി ലെവൽ ആംബുലൻസ് ഉണ്ട്, ICU ആംബുലൻസ് ഉണ്ട്, വെന്റിലേറ്റർ ആംബുലൻസ് ഉണ്ട്, അല്ലെ? അപ്പൊ അത്രയും പ്രോപ്പർ ആയിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം. സെലക്ട് ചെയ്യണല്ല, ഓരോ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് അതിനായിട്ട് നമ്മൾ ഒരു പ്രിപ്പറേഷൻസ് ഉണ്ടായിരിക്കണം. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആംബുലൻസ് ചൂസ് ചെയ്യുക. ഓക്കെ, മീൻസ് പേഷ്യന്റിന്റെ കണ്ടീഷൻ റോസനിങ് എന്ന് വെച്ചാൽ വഷളാകാതിരിക്കാൻ. ഓക്കെ, വഷളാകാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ ചെയ്തിരിക്കണം. Then the patient should be properly revived and balanced to the maximum extent possible without wasting undue time. അല്ലെ? അതായത് എന്താണ് പറയുന്നത്? റിവൈവ്ഡ് എന്ന് വെച്ചാൽ എന്താ? പേഷ്യന്റിന് പുനരുജ്ജീവിപ്പിക്കാൻ, അതായത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോർമൽ ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബാലൻസ്ഡ് ടു മാക്സിമം എക്സ്റ്റെൻഡ് പോസിബിലിറ്റി, സാധ്യമായിട്ടുള്ള എല്ലാ രീതിയിലും ട്രാൻസ്ഫർ പെട്ടെന്ന് തന്നെ ചെയ്തിരിക്കണം. വിത്തൗട്ട് വേസ്റ്റിംഗ് അൺഡ്യൂ ടൈം. അതായത് എന്താണ്? നമ്മള് ടൈം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാതെ രോഗിയെ റിവൈവ് ചെയ്യാൻ, പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി മാക്സിമം എക്സ്റ്റെൻഡ് പോസിബിൾ, നമുക്ക് പറ്റുന്ന രീതിയിൽ സമയം ഒട്ടും തന്നെ പാഴാക്കാതെ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. In the course of the preparation, patients
എ, ബി, സി ആൻഡ് ഡി. 3 ലെവലുകളാണ്. ലെവലല്ല, പേഷ്യൻസിനെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഏത് ടൈപ്പ് ആംബുലൻസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കണ്ടീഷൻ എന്താണ് ഇത് നമ്മൾ നോക്കുന്നത്. അതനുസരിച്ചിട്ട് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യും പേഷ്യന്റിനെ. അത് എ, ബി, സി, ഡി. എന്താണ് എ, ബി, സി, ഡി എന്ന് പറയാട്ടെ. ഇനി ദാറ്റ് ഈസ് എയർവേ. എന്ന് പറഞ്ഞാൽ എയർവേ, ബി ബ്രീതിങ്, സി സർക്കുലേഷൻ ആൻഡ് ഡിസബിലിറ്റി. ഈ 4 ടൈപ്പ് ഉള്ള പേഷ്യൻസുകൾ അതെന്തൊക്കെയാണെന്ന് നമുക്കിനി പറയാം. അപ്പോ അതനുസരിച്ചിട്ട് അവരെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് കൊടുക്കുക. should be examined and any connected curable problems should be rectified. അതായത് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിനുള്ള പ്രിപ്പറേഷൻസ് കൊടുക്കാണ്. In this context, the use of pre-transfer checklist helpful. ഇപ്പൊ പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കാന്ന്. പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഏത് മെത്തേഡ് നമുക്ക് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആംബുലൻസ് നമുക്ക് സെലക്ട് ചെയ്യണം എന്നൊക്കെ നോക്കാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ പേഷ്യന്റ് എയോ ബി, സി, ഡി ഈ ലെവലിലുള്ള പേഷ്യൻസിനൊക്കെ നമുക്ക് എങ്ങനെയുള്ള പ്രിപ്പറേഷൻസ് ആണ് കൊടുക്കണം എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആയോ? നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യാൻ പോണേണ്. അതാണ് നമ്മളവിടെ പറഞ്ഞത് ആ പാരഗ്രാഫില്. പേഷ്യന്റിന് പെട്ടെന്ന് തന്നെ വഷളാകുന്നതിന് മുൻപ് ടൈം ഒന്നും ഒട്ടും വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, പേഷ്യന്റിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി പോസിബിൾ ആയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യാൻ പോണെയാണ് രോഗികളെ. ഓരോ സെക്ഷനിലുള്ള എയർവേ എങ്ങനെയാണ്, ബ്രീത്തിങ് പേഷ്യന്റ്, സർക്കുലേഷൻ പേഷ്യൻസ്, ഇവരെങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ക്ലിയർ ആണോ പറഞ്ഞത്? പ്രിപ്പറേഷനിലാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി ഓരോ ഏരിയകളാണ് നോക്കാൻ പോകുന്നത്, ഓരോ ടൈപ്പ് പേഷ്യൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞു എയർവേ. എന്താണ് എയർവേ എന്ന് നോക്കാം കേട്ടോ. സിമ്പിൾ ആണ്, മാക്സിമം നിങ്ങൾക്ക് എളുപ്പം രീതിയിൽ പറഞ്ഞുതരാം. നോക്കാം. എയർവേ എന്ന് ഉദ്ദേശിക്കുന്നത് the patient with the possibility of airway compromise in the course of transfer should be electively intubated with endotracheal tube, ETT. Underline cheyato text illa ETT, endotracheal tube, with a cuff which should be fixed properly after verifying its exact position. അതായത് എയർവേയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡോട്രയാക്കിൾ ട്യൂബ് ഒക്കെ ഇട്ട പേഷ്യൻസ് ആണ് എയർവേ എന്ന് ഉദ്ദേശിക്കുന്നത്. എൻഡോട്രയാക്കിൾ ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡോട്രയാക്കിൾ ട്യൂബ് അതായത് ട്യൂബ് ഇട്ട പേഷ്യൻസ്, വിശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വായിൽ കൂടി ട്യൂബ് ഇട്ടിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. അതായത് മോസ്റ്റ് ക്രിട്ടിക്കൽ ലെവൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണത്. അതായത് നമ്മുടെ ശ്വാസനാളത്തിന്റെ ബുദ്ധിമുട്ടുകളോ അപ്പോ അങ്ങനെയുള്ള രോഗികളെ നമ്മൾ എൻഡോട്രയാക്കിൾ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഷ്യൻസിന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വിശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അത്രയ്ക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ് ആ പേഷ്യന്റിനുള്ളത്. സോ എൻഡോട്രയാക്കിൾ ട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ട്യൂബാണ്. ട്യൂബ് ഇടുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിനെല്ലാം നമ്മൾ ട്യൂബൊക്കെ ഇടില്ലേ, മൂക്കിലൂടെയും വായിലൂടെയും. എൻഡോട്രയാക്കിൾ എന്ന് പറയുമ്പോൾ വായിലൂടെ ഇടുന്ന ട്യൂബുകളാണ്. ചെറിയ ഒരു കണക്റ്റഡ് ട്യൂബുകൾ പോലത്തെ ഒരു ചെറിയ ട്യൂബുകളാണ്. ഓക്കെ, ഈ ചെറിയ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ട്രാൻസ്ഫർ ചെയ്യുന്ന വേളയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ട്യൂബൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പേഷ്യൻസ് ആണ്. അതിനാണ് എയർവേ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അല്ലാതെ എയർവേ ട്രാൻസ്പോർട്ട് അല്ലാട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എയർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡോട്രയാക്കിൾ ട്യൂബൊക്കെ ഉള്ള പേഷ്യൻസ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. ഓക്കെ, ദെൻ അപ്പോ ഈ ട്യൂബൊക്കെ ഇടുമ്പോൾ നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കണ്ടോ, ഫിക്സ്ഡ് പ്രോപ്പർലി ആഫ്റ്റർ വെരിഫൈങ് ഇറ്റ്സ് എക്സാക്ട് പൊസിഷൻ. കൃത്യമായിട്ടുള്ള പൊസിഷൻസിൽ അപ്പൊ വായിലൊക്കെ ആണെങ്കിൽ ട്യൂബ് ഇടുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുകയാണ് പേഷ്യന്റിനെയും കൊണ്ട്. സോ അത് കൃത്യമായിട്ടും എക്സാക്ട് പൊസിഷൻസിലൊക്കെ ആയിരിക്കണം ഈ ട്യൂബ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ പേഷ്യൻസിന് ബുദ്ധിമുട്ടൊന്നും വരാൻ പാടില്ല. സോ അത്രയും പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തതിനു ശേഷമേ ഈ ട്യൂബുകളൊക്കെ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ എന്തെങ്കിലും മെബി പോകുന്ന വഴിക്ക് പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനെ തരണം ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. Some patients need a properly placed nasogastric tube in order to prevent aspiration of gastric contents during transfer.
അപ്പൊ നമ്മൾ എൻഡോട്രയാക്കിൾ ട്യൂബ് പറഞ്ഞു, വായിൽ കൂടി ഇരുന്ന ട്യൂബാണ് എൻഡോട്രയാക്കിള്. ചില പേഷ്യൻസിന് നാസോ ഗ്യാസ്ട്രിക് ട്യൂബ് വേണ്ടി വന്നേക്കാം. എന്താ നാസോ എന്ന് പറയുന്നത്? നാസോ എന്ന് പറഞ്ഞാൽ നോസ് ആണ് അല്ലെ, മൂക്കിൽ കൂടിയും ട്യൂബ് ഇടേണ്ടതായിട്ട് വന്നേക്കാം. ചില പേഷ്യൻസിന് നാസോ മൂക്കിലായിരിക്കും ചിലപ്പോൾ ട്യൂബ് ഇട്ട് വെക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്, ചില പേഷ്യൻസിന് നമ്മൾ പറഞ്ഞു മൂക്കിൽ കൂടി നാസോ ഗ്യാസ്ട്രിക് ട്യൂബും ചെയ്തിട്ടുണ്ടാകാം. പ്രിവെന്റ് അല്ലെ, അതിന് എന്ത് വേണ്ടിയിട്ടാണ്? പ്രിവെന്റ് ആസ്പിരേഷൻ ഓഫ് ഗ്യാസ്ട്രിക് കണ്ടൻസ് ഡ്യൂറിങ് ട്രാൻസ്ഫർ. അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ മീൻസ് എന്തെങ്കിലും ശ്വസന തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൂക്കിൽ കൂടി ട്യൂബ് ഇടുന്ന പേഷ്യൻസും ഉണ്ടാകും. ഓക്കെ, നാസോ ഗ്യാസ്ട്രിക് ട്യൂബ്. ദെൻ നാസോ ഗ്യാസ്ട്രിക് ട്യൂബ് എന്ന് പറഞ്ഞാൽ മൂക്കിൽ കൂടിയാണ് നമ്മൾ ട്യൂബ് ഇടുന്നത്. ചില പേഷ്യൻസ് ഒക്കെ ഇപ്പൊ കിടപ്പായിട്ടുള്ള രോഗികൾക്കൊക്കെ എൻഡോട്രയാക്കിൾ ട്യൂബോ അല്ലെങ്കിൽ നാസോ ഗ്യാസ്ട്രിക് ട്യൂബ് ഒക്കെ ഇടുന്നവരുണ്ടാകാം അല്ലെ. അങ്ങനെയുള്ളവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഈ ട്യൂബ് വഴി തന്നെയായിരിക്കും. വളരെ നോർത്ത ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ഈ ട്യൂബ് ഇടുമ്പോൾ പേഷ്യൻസിന് കൊടുക്കുന്നത്. ആണോ? വീട്ടിലൊക്കെ മീൻസ് ഒട്ടും തീരെ കിടപ്പായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ട്യൂബ് ഒക്കെ ഇടും. ട്യൂബ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ്? ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഒരു ലിമിറ്റ് ഉണ്ട്, ഇത്ര മണിക്കൂർ ഇടവിട്ട് ഇത്ര ടൈം ഇത്ര mg അളവ്, കൃത്യമായിട്ടുള്ള അളവിലേക്കാണ് നമ്മൾ ട്യൂബിൽ കൂടി ഫുഡ് കൊടുക്കുന്നത്. ദെൻ അപ്പം എയർവേ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇറക്കാൻ പറ്റാത്ത പേഷ്യൻസ്, അതുകൊണ്ടാണല്ലോ നമ്മൾ ട്യൂബിൽ വളരെ ലിക്വിഡ് ആയിട്ട് തന്നെ കൊടുക്കുന്നത്. Then the cervical spine stabilization may be needed in some trauma patients. ഇനി ചിലപ്പോൾ ട്രോമ പേഷ്യൻസ് ഒക്കെ വരും. എന്താ ട്രോമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ട്? ട്രോമ പേഷ്യൻസ്, ട്രോമ TRAUMA, ട്രോമ ഇഞ്ചുറി ആണ്. പക്ഷെ ട്രോമ എന്ന് പറയുമ്പോൾ വലിയ വീഴ്ചകളോ ആഘാതങ്ങളോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രോമ. അറിയില്ലാത്തവര് മലയാളത്തിൽ തന്നെ എഴുതി വെക്കുക കേട്ടോ. മീൻസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മള് എന്താ പറയാ, കുത്ത് കേസുകളൊക്കെ വരില്ലേ, അതായത് നെഞ്ചിലേക്കുള്ള ആഴമായിട്ടുള്ള മുറിവുകള്, വളരെ ആഴത്തിലുള്ള മുറിവുകള്, അല്ലെങ്കിൽ വലിയ വീഴ്ചകളും ആഘാതങ്ങളും വരിക. സ്പൈനൽ ഇഞ്ചുറി. എന്താ പറയാ, മുറിവുകളോ അല്ലെങ്കിൽ വീഴ്ചകള്, ഇപ്പൊ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നൊക്കെ വീഴുക, അങ്ങനെയുള്ള നട്ടലിനും മറ്റും പരിക്കുകളൊക്കെ പറ്റുക, വലിയ വീഴ്ചകളും ആഘാതങ്ങളും. അപ്പോ ഇങ്ങനെയുള്ള നീഡഡ് ഇൻ സം ട്രോമ പേഷ്യൻസ്, ചില ട്രോമ പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ സർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷനും ആവശ്യമായിരിക്കും. അതായത് കഴുത്തിലോ അല്ലെങ്കിൽ നട്ടലിനോ ബുദ്ധിമുട്ടുള്ള സർവിക്കലായിട്ടുള്ള കേടുകൾ വരുന്ന പേഷ്യൻസിനും ഈ പറഞ്ഞ എൻഡോട്രയാക്കിളോ അല്ലെങ്കിൽ നാസോ ഗ്യാസ്ട്രിക് ട്യൂബ് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ എയർവേ എന്ന് പറയുന്നത് പേഷ്യൻസ് ഒന്നില്ലെങ്കിൽ എൻഡോട്രയാക്കിൾ ട്യൂബ്, വായിൽ കൂടി ട്യൂബുള്ള പേഷ്യൻസ് ഉണ്ടാകാം, ദെൻ നാസോ ഗ്യാസ്ട്രിക് ട്യൂബ്, ദെൻ ട്രോമ പേഷ്യൻസ്. ഇവരൊക്കെയാണ് എയർവേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? അത്രേ അവിടെ പറയുന്നുള്ളൂ. ട്യൂബ് ഇട്ട പേഷ്യൻസുകളാണ്, അതായത് കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വൺ ബി എന്ന് പറഞ്ഞത് ബ്രീത്തിങ്. എന്താ ബ്രീത്തിങ് എന്ന് പറയുന്നത്? സെർവിക്കൽ സ്പൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിലോ അല്ലെങ്കിൽ നമ്മുടെ നട്ടലിനൊക്കെ ആഘാതങ്ങളൊക്കെ സംഭവിക്കുന്ന പേഷ്യൻസുകൾ. ഇനി നോക്കാം കേട്ടോ, ബ്രീത്തിങ് നോക്കാം. 4 കംപ്ലീറ്റ് ചെയ്യണേ. ബ്രീത്തിങ് എന്ന് പറയുമ്പോ the ventilation should be sufficiently regulated with optimization of the arterial blood gas values. എന്താ ആർട്ടീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ്, വാൽവ്സ് കേട്ടോ. എന്താ ആർട്ടീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പഠിച്ചിട്ടില്ലേ ചെറിയ ക്ലാസ്സുകളിൽ? ആർട്ടീരിയൽ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? ധമനി എന്ന് കേട്ടിട്ടില്ലേ? രക്തധമനികൾ. അത് തന്നെ മലയാളത്തിലെ രക്തധമനികൾ എന്നൊക്കെ പറയും അല്ലെ, നമ്മൾ രക്തം പാസ് ചെയ്യുന്നത്. നോക്കാം. The ventilation should be sufficiently regulated with the optimization arterial blood gas values. In the suspected pneumothorax, chest drain should be installed before transfer, especially before air transport.
ന്യൂമോതൊറാക്സ് ഉള്ള പേഷ്യൻസുകൾ. എന്താ ന്യൂമോതൊറാക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ന്യൂമോതൊറാക്സ്, അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ന്യൂമോതൊറാക്സ് ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്താണ് ന്യൂമോതൊറാക്സ്? ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമോ? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. എന്താ ന്യൂമോതൊറാക്സ്? എയർ പെയിൻസ് ആണോ? ആ, അതായത് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിനുള്ളിൽ അല്ലെ, അതായത് ശ്വാസകോശത്തിനും അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിന്റെ ശ്വാസകോശ ഭിത്തികൾക്കിടയിൽ വായു വന്ന് എയർ നിറയുന്ന ഒരവസ്ഥ. ഓക്കെ, വായു വന്ന് നിറയുന്ന അവസ്ഥ. സോ അങ്ങനെ നിറയുമ്പോൾ ആൾക്ക് നോർമൽ ബ്രീത്തിങ്ങിന്റെ സാധ്യത കുറയും അല്ലെ, ശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. സോ ഈ ട്രാൻസ്ഫർ വേളയിൽ, ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ടൈമില് ഇങ്ങനെ ന്യൂമോതൊറാക്സ് വരികയാണെങ്കിൽ പേഷ്യൻസിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, ശ്വസിക്കാനൊന്നും പറ്റില്ല. സോ ചെസ്റ്റ് ഡ്രെയിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഓക്കെ, ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞൊരു മെഷീനാണ്, എക്യുപ്മെന്റ് ആണ് ചെറിയൊരിത്. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്തു ട്രാൻസ്ഫറിന് മുന്നായിട്ട്. ഇങ്ങനെ ന്യൂമോതൊറാക്സ് ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെസ്റ്റ് ഡ്രെയിൻ സ്ഥാപിക്കുന്നു. ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ശ്വാസകോശത്തിന്റെ ഭിത്തികൾക്കിടയിൽ വായു വന്ന് നിറയുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? വായു വന്ന് നിറയുമ്പോൾ ആൾക്ക് ചിലപ്പോൾ നോർമൽ ബ്രീത്തിങ്ങിന് സാധ്യത കുറയുന്നു. സോ നമ്മൾ ചെസ്റ്റ് ഡ്രെയിൻ സ്ഥാപിക്കുന്നു. ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മള് ശ്വാസപ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്വാസകോശത്തിനുള്ളിൽ ഈ എയറും മറ്റു ഫ്ലൂയിഡ്സ് ഒക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പദാർത്ഥങ്ങളെയൊക്കെ നീക്കം ചെയ്യാനായിട്ട് സ്ഥാപിക്കുന്നതാണ് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമ്മൾ പേസ് മേക്കർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ചെറിയൊരു എക്യുപ്മെന്റ് ആണ് ചെസ്റ്റ് ഡ്രെയിൻ. ഓക്കെ, ഈ വായുവിനെയും മറ്റു ഫ്ലൂയിഡ്സോ, രക്തം അല്ലെങ്കിൽ ദ്രാവകങ്ങള്, ഫ്ലൂയിഡ്സുകള് ഇതൊക്കെ നമ്മുടെ ശ്വാസകോശത്തിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെസ്റ്റ് ഡ്രെയിൻ സ്ഥാപിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ന്യൂമോതൊറാക്സ് ആണ് ബ്രീത്തിങ്ങിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി എക്സ്പെഷ്യലി ബിഫോർ എയർ ട്രാൻസ്പോർട്ട്, ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ കൂടുതലായിട്ടും എയർ ട്രാൻസ്പോർട്ട് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയ്ക്ക് എന്താ പറയാ, വളരെ കണ്ടീഷൻ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ന്യൂമോതൊറാക്സ് എന്നൊക്കെ പറയുന്നത്. നോർമൽ ബ്രീത്തിങ് സാധ്യമല്ലാത്തൊരവസ്ഥ. സോ നമ്മൾ ചെസ്റ്റ് ഡ്രെയിൻ ഒക്കെ സ്ഥാപിച്ചുകൊണ്ട്, അപ്പൊ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എയർ ട്രാൻസ്പോർട്ട് ആണ്. ഓക്കെ, എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? പെട്ടെന്ന് തന്നെ അല്ലെ, നമുക്ക് മാക്സിമം ടൈമിൽ, ഏറ്റവും കുറഞ്ഞ ടൈമിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, ന്യൂമോതൊറാക്സും ചെസ്റ്റ് ഡ്രെയിൻ. ക്ലിയർ ആണോ? ആ രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ന്യൂമോതൊറാക്സ് എന്താണെന്ന് ഓർത്തിരിക്കുക, ചെസ്റ്റ് ഡ്രെയിൻ അതിനു വേണ്ടി നമ്മൾ സ്ഥാപിക്കുന്ന ഒന്നാണ്. ആ രണ്ട് കാര്യങ്ങൾ ഓർക്കാം, അത്രയും അതിൽ പറയുന്നുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് പറയാം, സർക്കുലേഷൻ. എന്താണ് സർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സർക്കുലേഷൻ എന്ന് പറഞ്ഞൊരു സംക്രമണം അല്ലെ, നമ്മളിപ്പോ രക്തസംക്രമണം എന്നൊക്കെ പറയില്ലേ, ബ്ലഡ് സർക്കുലേഷൻ. നോക്കാം. The patient should have at least 2 wide-bore intravenous working cannulas in place before shifting. ഒരു പേഷ്യന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 വർക്കിംഗ് ക്യാനുലാസ്, ഇൻട്രാവീനിയസ് വർക്കിംഗ് ക്യാനുലാസ് ഉണ്ടായിരിക്കണം. എന്താ വർക്കിംഗ് ക്യാനുല എന്ന് പറയുന്നത്? ക്യാനുല നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആകുമ്പോൾ കയ്യിൽ നമ്മൾ മെഡിസിൻ ഒക്കെ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മളുടെ വെയിനിൽ കൂടി കയറൂലേ അല്ലെ, ഓക്കെ, നമ്മുടെ വെയിനിൽ കൂടി മെഡിസിൻസ് കയറ്റൂലേ, അതിന് തന്നെയാണ് കേട്ടോ. അപ്പൊ 2 വർക്കിംഗ് ക്യാനുലാസ് പേഷ്യന്റിന് ഉണ്ടായിരിക്കണം എന്ന് നോക്കാം. ബിഫോർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപ് 2 ക്യാനുലാസ് ഉണ്ടായിരിക്കുക. എക്സ്റ്റേണൽ ഹെമറേജ് എന്ന് വെച്ചാൽ എന്താണ്? ഹെമറേജ് രക്തസ്രാവം അല്ലെ, അമിതമായിട്ടുള്ള രക്തസ്രാവം അല്ലെ. സോ ബ്ലീഡിംഗ് ഉണ്ടാകും ചില പേഷ്യൻസിനൊക്കെ. നോക്കാം, ബാഹ്യ രക്തസ്രാവം, എക്സ്റ്റേണൽ ഹെമറേജ്. If any should be regulated, controlled, and any shock should be treated with intravenous fluids and or vasopressors. എന്താണ് പറയുന്നത്? ഇൻട്രാവീനിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്,
ഇപ്പോ ഏതെങ്കിലും ഷോപ്പുകളെയൊക്കെ നിയന്ത്രിക്കാനോ ചിലപ്പോ പോകുന്ന വഴി എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്ന വേളയിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം പേഷ്യൻസിന് അല്ലെ. ചിലപ്പോ ബ്ലീഡിങ് വരാം, അല്ലെങ്കിൽ ഫ്ലൂയിഡ്സോ അങ്ങനെ എന്തെങ്കിലും വാസോപസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫ്ലൂയിഡ്സും നമ്മള് ഇപ്പോ രക്തസ്രാവമൊക്കെ വരില്ലേ, ഇപ്പൊ പേഷ്യൻസിന് ചിലപ്പോ ബ്ലീഡിങ്സ് വരാം, അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ ചിലപ്പോ തളർന്നു പോകുന്ന ഒരു അവസ്ഥ വരാം, അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ അല്ലെ. അപ്പോ അങ്ങനെയൊക്കെ വാസോപ്രസേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തക്കുഴലുകൾ രക്തക്കുഴലുകൾ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അത്രക്ക് സീരിയസ് കണ്ടീഷൻ ആയിരിക്കും. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മള് അതിനെ നമ്മൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഷോക്ക് ഒരു ആഘാതമൊക്കെ വരുമ്പോൾ അതിനെ തരണം ചെയ്യാനും ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ രക്തക്കുഴലുകൾ പൊട്ടുന്ന ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 കാനുലാസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. Then the availability of cross-matched blood may be needed in the course of transport. അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ പേഷ്യൻസിന്റെ ക്രോസ് മാച്ച് ബ്ലഡ്, അതായത് ബ്ലഡ് ചിലപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ സംഭവിക്കുന്ന പറയാം, അപ്പൊ ബ്ലഡ് ഒക്കെ നമ്മൾ കഴിക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകാം. സോ ക്രോസ് മാച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ കൃത്യമായിട്ടും അവൈലബിൾ ആയിരിക്കണം. സോ ഇത്രയും പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുവാൻ. ക്ലിയർ ആണോ? സർക്കുലേഷൻ ഓക്കെ, വായിച്ചു നോക്കാമോ? സർക്കുലേഷനിൽ പറയുന്നത് അതായത് 2 വർക്കിംഗ് കാനുലാസ് ഉണ്ടായിരിക്കണം എന്ന്. ഓക്കെ, അതായത് കാനുലാസ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മള് മരുന്നുകള് വെയിനിൽ കൂടി കിടക്കുന്ന 2 കാനുലാസ് പേഷ്യൻസിന് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? പോകുന്ന വഴിയിൽ ചിലപ്പോൾ ബ്ലീഡിങ്സ് ഉണ്ടാവാം അല്ലെ, ഹെമറേജ്, രക്തധമനികൾ പൊട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ രക്തക്കുഴലുകളൊക്കെ പൊട്ടി അതുപോലെ എന്തെങ്കിലും ഷോക്കുകൾ ആഘാതങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിന് തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 കാനുലാസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അതുപോലെ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ ആ പേഷ്യന്റിന്റെ ക്രോസ് മാച്ച്ഡ് ബ്ലഡ് കയ്യിൽ അവൈലബിൾ ആയിരിക്കണം. കാരണം ഹെമറേജ് ഒക്കെ വരുമ്പോൾ ഒരുപാട് ബ്ലഡ് പോകും അല്ലെ. സോ ബ്ലഡ് ശരീരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് അതിന് ക്രോസ് മാച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. പ്രീ ട്രാൻസ്ഫർ തുടങ്ങി വായിക്കാം കേട്ടോ. മൂന്നെണ്ണം വായിക്കാം കേട്ടോ. എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. മനസ്സിലാകുന്ന രീതിയിൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആ ഒരു രീതിയിൽ വായിക്കാം കേട്ടോ. നമ്മളല്ലാതെ കൈകാട്ട് ചെയ്ത് പഠിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതനുസരിച്ച് മനസ്സിലാക്കി പഠിക്കാം, വായിച്ചു പോകുക കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു എല്ലാവരും? ഓക്കെ, ഇനി ഡി പറയുന്നത് ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. കാരണം അത് കുറച്ച് പോയിന്റ്സ് അധികം പറയാനുണ്ട്. അതിക്ക് മുന്നായിട്ട് ടീച്ചർ കുറച്ച് പിക്ചർ ഒന്ന് കാണിക്കാം കേട്ടോ. ശ്രദ്ധിക്കുക.
പിക്ചർ ക്ലിയർ ആണോ എല്ലാവർക്കും? സ്ക്രീൻ കാണുന്നുണ്ടോ പിക്ചർ? ഓക്കെ, ക്ലിയർ ആണ്. ദെൻ നമ്മൾ ഫസ്റ്റില് പറഞ്ഞില്ലേ എൻഡോട്രയാക്കിൾ ട്യൂബ് കണ്ടോ, ഇതാണ് ഒരു എൻഡോട്രയാക്കിൾ ട്യൂബ് എന്ന് പറയുന്നത്. ഇതിനുള്ളൊരു ചെറിയൊരു ട്യൂബാണത്. ഇതാണ് നമ്മുടെ വായിൽ കൂടി കണക്ട് ചെയ്തൊരു പേഷ്യൻസിന്റെ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ ഇടുന്ന എൻഡോട്രയാക്കിൾ ട്യൂബ് കണ്ടോ. നമ്മുടെ മെഡിസിൻസ് ആയാലും ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറിഞ്ച് വഴിയിട്ടാണ് നമ്മൾ പേഷ്യൻസിന് നൽകുന്നത്. ചെറിയൊരു ട്യൂബാണത്. ഈ ട്യൂബാണ് നമ്മുടെ വായിൽ കൂടി ഒരു ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട് കേട്ടോ. പോയി കാണുന്നില്ലേ? പിക്ചർ കാണുന്നുണ്ടോ നിങ്ങള്? കാണുന്നുണ്ടല്ലോ. ഓക്കെ, എൻഡോട്രയാക്കിൾ ട്യൂബ്. ഇനി നെക്സ്റ്റ് നോക്കാം, നാസോ ഗ്യാസ്ട്രിക് ട്യൂബ് കണ്ടോ. പിക്ചർ നോക്കി, നാസോ ഗ്യാസ്ട്രിക് ട്യൂബ്. മൂക്കിൽ കൂടിയാണ് നമ്മൾ പേഷ്യൻസിന് ട്യൂബ് ഇടുന്നത് കണ്ടോ. മൂക്കിൽ കൂടിയാണ്, അതും നമ്മൾ സിറഞ്ചിലൂടെയാണ്, ഫീഡിങ് സിറഞ്ചിലൂടെയാണ് വാട്ടറും ഫുഡും നമ്മൾ നൽകുന്നത് പേഷ്യൻസിന്. ഓക്കെ, ഈ ട്യൂബ് നമ്മുടെ സ്റ്റൊമക്ക് വരെ ചെന്നിട്ടുണ്ട് കണ്ടോ. സ്റ്റൊമക്കിലോട്ടാണ് ഈ ട്യൂബ് എത്തുന്നത്. മൂക്കിൽ കൂടിയാണ് ആ ട്യൂബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റൊമക്കിൽ എത്തുന്നു. ദെൻ നമ്മൾ ഫീഡിങ് ഫുഡും വാട്ടറും എല്ലാം നമ്മൾ ഈ മൂക്കിൽ കൂടിയാണ് ചെയ്യുന്നത് കണ്ടോ. Okay, nasogastric tube. A nasogastric tube is a flexible tube that is passed through the nose and down the throat. മൂക്കിൽ തൊണ്ടയിൽ കൂടി കടത്തുന്നു to reach stomach. സ്റ്റൊമക്കിലേക്ക് എത്തിക്കുന്നു. It is used for two purposes. നമ്മൾ പറഞ്ഞു ഓൾറെഡി. നമ്മൾ എന്താണ് സർജറിക്ക് കഴിയുന്ന പേഷ്യൻസിന് ഇങ്ങനെയുള്ളൊരു നാസോഗാസ്ട്രിക് ട്യൂബ് ഇടുന്നു. ദെൻ ക്രിട്ടിക്കലി കണ്ടീഷൻ വരുന്ന പേഷ്യൻസിന് ഇങ്ങനെ ഒരു ട്യൂബ് ഇടുന്നു. ക്ലിയർ ആണോ? നാസോഗാസ്ട്രിക് ട്യൂബ് പിക്ചർ കണ്ടല്ലോ. നെക്സ്റ്റ് നോക്കി, ചെറിയ പിക്ചർ ആണ് കേട്ടോ അത്. നോക്കാം, ഇതാണ് നമ്മൾ പറഞ്ഞ ന്യൂമോതൊറാക്സ് കണ്ടോ. ന്യൂമോതൊറാക്സ് സ്റ്റൊമക്ക് ആണ്. ഈ നമ്മളുടെ ലങ്സിന്റെ രണ്ട് ഭിത്തികൾക്കിടയിലും ഈ രണ്ട് സൈഡിലും എയർ വന്ന് തിങ്ങുന്ന ഒരു അവസ്ഥയാണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. പിക്ചർ അത്ര ക്ലിയർ അല്ല. നെക്സ്റ്റ് ദിവസം അടുത്ത ദിവസം വേറൊരു ന്യൂമോതൊറാക്സിന്റെ പിക്ചർ കാണിച്ച് ക്ലിയർ ആക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളെ പിക്ചറും കണ്ടു. ദെൻ നമ്മൾ ഇന്ന് ഇത്രയും കുറച്ചെടുത്തിട്ടുള്ളൂ, കാരണം കുറച്ചധികം ഉണ്ട് അല്ലെ. ചെറിയ ഭാഗമാണെങ്കിലും അധികം ഉണ്ട്. അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസബിലിറ്റി പറയാം. അതിന്റെ പിക്ചറുകളും കുറച്ചും കൂടി. പിക്ചർ കണ്ടപ്പോ കുറച്ചും കൂടി ക്ലിയർ ആയോ നമ്മൾ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, ഇടുത്ത അത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ബുദ്ധിമുട്ടുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.